ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസുസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ എഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫുള്ളും 150 മുതൽ 250 വരെയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് ഇതാണ്. ഇത് ഒരു റെഡ് വെറൈറ്റിയിൽ പെട്ട പ്ലാന്റാണ് കേട്ടോ. 150 ആണ് റേറ്റ്. ഇത് പിങ്ക് ലെഗസീൻ്റെ ഒരു പ്ലാന്റാണ്. 100 റുപ്പീസാണ് കേട്ടോ ഇതിന് റേറ്റ്. ഇതും അത് തന്നെയാണ്. പിന്നുള്ളത് നമ്മുടെ ഗ്രീൻ പപ്പായ കേട്ടോ. ഇത് 150 ആണ്. ഇത് ഗോൾഡൻ പപ്പായൻ്റെ ഒരു തൈയാണ് 150ൻ്റെ. ഇത് എലീന പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിങ്ക് കളർ വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ 150ൻ്റെ. ഇത് നേരത്തെ കാണിച്ച ഡയമണ്ട് റെഡിൻ്റെ ഒരു 150ൻ്റെ പ്ലാന്റാണ്. അതുപോലെ ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് ബുഷി പോട്ടാണ്. ഇതിൻ്റെ 250ൻ്റെ 200ൻ്റെ പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഞാൻ മദർ പ്ലാന്റ് കാണിച്ചതാണ്. ഇത് പിരിച്ചിട്ടില്ല. ഇതിൽ ഓരോ ഷൂട്ടുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് 200 250 സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ലഭിക്കും. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ 200 250 റേറ്റുള്ള പ്ലാന്റുകളാണ്. ഇതൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. 250ൻ്റെതാണ് കേട്ടോ ഇത്. അതുപോലെ ഇതും ഒരു റെഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു റെഡാണ് 250ൻ്റെ. അതുപോലെ ഇത് ബാത്തിക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. റെഡും ഗ്രീനും കലർന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇത് 150ൻ്റെതാണ്. ഇതിൻ്റെ വലുതുണ്ട്, 200ൻ്റെ ഉണ്ട്. പിന്നെ ഇത് ഐഡിയ അറിയില്ല. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് 200ൻ്റെ. പിന്നെ നമ്മളടുത്ത് പിങ്ക് ലെഗസീൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്. ഈ കാണിക്കുന്ന പ്ലാന്റുകളൊന്നും ചെറിയ പ്ലാന്റുകളല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇത് വലിയ പ്ലാന്റാണ് കേട്ടോ 200ൻ്റെ. അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് ലെഗസി. പിന്നെ ഉള്ളത് ലെക്സബിൻ്റെ ഒരു പ്ലാന്റാണ് 200ൻ്റെ. അതുപോലെ ഇതൊരു പിങ്കും പീച്ചും കലർന്നിട്ട് ഗ്രീനിൽ വരുന്നൊരു വെറൈറ്റിയാണ്. 200 ആണ് കേട്ടോ റേറ്റ്. അതുപോലെ ഇത് ഗോൾഡൻ പപ്പായാണ് 200ൻ്റെ. പിന്നെ ഉള്ളൊരു റെഡ് വെറൈറ്റി ഇതാണ്. റെഡ് വാലൻറ്റൈൻ ആണ് കേട്ടോ. 250 ആണ് ഇതിന് റേറ്റ്. അതുപോലെ പിങ്ക് സുക്സോമിൻ്റെ ഒരു പ്ലാന്റാണ് ഇത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് സുക്സോം. ഈ കളറിലേക്കാണ് ലീഫ് വരിക. 250 ആട്ടോ റേറ്റ്. ഇത് 200ൻ്റെ പ്ലാന്റാണ്. ഇതൊക്കെ റെഡ് വെറൈറ്റിയിലുള്ള പ്ലാന്റാണ് കേട്ടോ 200ൻ്റെ. അതുപോലെ ട്രൈ കളർ ഉണ്ട് 250ൻ്റെ. പിന്നെ നമ്മളടുത്ത് റെഡ് വെറൈറ്റി ആയിട്ടുള്ളത് ജയ്പോങ് റെഡും സൂപ്പർ തായി റെഡുമാണ്. അതിൽ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇത്. ഇത് അത്യാവശ്യം ഈ സൈസാണ് കേട്ടോ ഉണ്ടാവുക. നന്ന ചെറുതല്ല, എന്നാലും ഒരു ചെറുതന്നാണെന്ന് പറയാം. എന്നാലും നല്ല റൂട്ടഡായ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ. 250 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ജയ്പോങ് റെഡാണ്. നല്ല റെഡിലേക്ക് വരുന്ന പ്ലാന്റാണ് ജയ്പോങ് റെഡ്. ഇതൊക്കെ 250ൻ്റെ പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ചെറിയ പോട്ടിൽ ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് പോട്ടിൽ സെറ്റാക്കി വെച്ചിട്ട് വലുതായതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ പോട്ടിലേക്ക് ആക്കാൻ പാടുള്ളൂ. പിന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ജയ്പോങ് റെഡ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് നമ്മളടുത്ത് സൂപ്പർ തായി റെഡാണ് കേട്ടോ. ഇത് 3 ഷൂട്ട് പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 250 ആണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജയ്പോങ് റെഡ് ഒരു ഗ്രീനിഷ് സൈഡിൽ വരുമെങ്കിലും ഇതിന് ഫുൾ റെഡാണ് കേട്ടോ ഉണ്ടാവുക. ജയ്പോങ് റെഡും ഫുൾ റെഡാണ്. പക്ഷേ ലീഫിൻ്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവും. ലീഫ് ഒരു റൗണ്ട് ഫിഗറിലായിരിക്കും ഇത് ഉണ്ടാവുക. പിന്നെ ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു ന്യൂ വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇതൊരു റയർ വെറൈറ്റിയും കൂടിയാണ്. ഒരു പുതിയ പ്ലാന്റാണ്. ഇത് മദർ പ്ലാന്റ് ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാന്റ് ഏതാണെന്ന് അറിയാനും കാണിക്കാനും വേണ്ടി കാണിക്കുകയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ തൈകൾ നമ്മളെടുത്തുണ്ട്. 250 300 റേറ്റാണ് കേട്ടോ തൈകൾ. ഇതാണ് കേട്ടോ 300ൻ്റെ തൈ. അല്ല സോറി 250ൻ്റെ തൈയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്.
അതിൻ്റെ ചെറുത് 150ൻ്റെത് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു റയർ വെറൈറ്റി പ്ലാന്റ് അതിനെ കൊണ്ടാണ് ഇങ്ങനെ റേറ്റ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വലിയ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ അതിൻ്റെ ഒരു ഏകദേശം മീഡിയം അതിനെക്കാട്ടിയും കുറച്ച് വലിയ സൈസുള്ള പ്ലാന്റുകളാണ്. ഇതിലുള്ള ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ID പറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.